യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യ ചൈനയുമായി സാമ്പത്തികമായും രാഷ്ട്രീയമായും കൂടുതൽ അടുപ്പം പുലർത്തുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ റഷ്യയെ ചൈനയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ പ്രേരിപ്പിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം. മറുവശത്ത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനും യുക്രൈൻ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നതിനും ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട്. വ്യാപാരം, സാങ്കേതികവിദ്യ, തായ്വാൻ തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കയുമായി വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിലാണ് ചൈന. ഈ സാഹചര്യങ്ങളെല്ലാം ചേർന്നാണ് റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിലൊരു സൗകര്യ സഖ്യം രൂപപ്പെടാൻ കളമൊരുങ്ങുന്നത്. പ്രായോഗിക സഹകരണമാണ് രാഷ്ട്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. സമീപകാലത്ത് അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി സഖ്യങ്ങൾ രൂപീകരിച്ചും ക്വാഡ് പോലുള്ള കൂട്ടായ്മകൾ പ്രോത്സാഹിപ്പിച്ചും ഏഷ്യ പസഫിക് മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും ചൈനയുമായും റഷ്യയുമായും ഒരുപോലെ നല്ല ബന്ധം നിലനിർത്തുന്ന ഇന്ത്യയുടെ നിലപാട് വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നുണ്ട്. ഈ മൂന്ന് ശക്തികൾ തമ്മിലുള്ള പരിമിതമായ സഹകരണം പോലും മേഖലയിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യങ്ങളെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.